ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സുധി പഴയ സ്റ്റാഫിനെ എല്ലാം പറഞ്ഞു വിടാൻ ഒരുങ്ങിയാണ്. അതിന് കാരണം പറയുന്നതോ, ഷഷ്ടിപൂർത്തി കഴിഞ്ഞാൽ ആരെയും തന്നെ തനിക്ക് ഇവിടെ ആവശ്യമില്ല, ഊർജ്ജസ്വലരായ പുതിയ തലമുറയാണ് തനിക്ക് ആവശ്യമെന്നാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പഴയ സ്റ്റാഫിന് എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട് കേട്ടോ. അവർ ആദ്യമൊക്കെ തന്നെ ഒരു മയത്തിലാണ് നമ്മുടെ സുധിയോടായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ എന്ത് പറഞ്ഞിട്ട് സുധിയോട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ഇവർ പറയുന്നുണ്ട്, താൻ ഒറ്റയടിക്ക് മുതലാളിയാവേണ്ടി വന്നവനല്ലേ, തൻ്റെ ഈ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ എത്രത്തോളം കാലം ഇത് മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്കറിയാം. എന്തായാലും ഒരു തവണ കൂടി ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും, മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, തന്നെ നോക്കി കളിയാക്കി ചിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരവിടെ നിന്ന് പോകുന്നത്. ഇവർ പോയതിൻ്റെ തൊട്ട് പിറകെ തന്നെ സുധി പറയുന്നത്, സുധി നിനക്ക് ഇതുപോലെ സംസാരിക്കാനൊക്കെ അറിയാമോ, നീ എന്ത് മാറ്റമാണ് നിനക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഞാനൊരു ബിസിനസ്മാനായി കഴിഞ്ഞാൽ എൻ്റെ നടത്തത്തിലും ഭാവത്തിലും നോട്ടത്തിലും വരെ മാറ്റം വരും, നീനേക്ക് എന്തൊക്കെ കാണാനിരിക്കുന്ന സുധി എന്നൊക്കെ സുധി പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമ്മുടെ സുധി ആകെ ടയേർഡായിട്ടാണ് വരുന്നത്. എവിടെയെങ്കിലും ഒന്ന് വന്ന് കടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. വരുന്നത് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ചന്ദ്ര ഇരുവരും കാണുന്ന സമയത്ത് തന്നെ, അയ്യോ നിൽക്ക് നിങ്ങളെന്ന് ആരതി ഒഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വാതിക്കൽ തന്നെ പിടിച്ചു നിർത്തുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. വന്നുടനെ തന്നെ രവി ചോദിക്കുന്നത്, നിങ്ങളെന്താ വാതിക്കൽ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, അമ്മ ആരതി ഒഴിഞ്ഞിട്ട് അകത്ത് കയറ്റാമെന്നാണ് പറഞ്ഞതെന്ന് സുധി മറുപടി പറയുന്നുണ്ട്. നിനക്ക് എന്താ ചന്ദ്രയെ പറ്റിയത്, ഈ പാതിരാത്രിക്കാണ് ആരതി ഒഴിയുന്നതെന്നൊക്കെ രവി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്നുടനെ തന്നെ സച്ചി രേവതിയോടായിട്ട് പറയുന്നത്, രേവതി കണ്ടില്ലേ, ആദ്യമായിട്ട് ജോലിക്ക് പോയതിൻ്റെ ആരതി ഒഴിച്ചിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അതുകൂടാതെ പറയുന്നുണ്ട്, അമ്മ ആരതി ഒഴിയുന്ന കൊടുത്ത് ഇതും കൂടിയും പ്രാർത്ഥിച്ചോ, എൻ്റെ മകൻ എന്നും ജോലിക്ക് പോകണം, എൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ള പണം ഇവൻ എത്രയും വേഗം തിരികെ തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ആരതി ഒഴിയാനെന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത്, ആൻറ്റി കണ്ടില്ലേ, അവൻ ഏത് സമയത്ത് സുധിനെ കളിയായിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് സുധി പറയുന്നുണ്ട്. മോളതൊന്നും മൈൻഡ് ചെയ്യുന്നു വേണ്ട, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവന് നിങ്ങളെപ്പറ്റി ഓർത്തുള്ള അസൂയാണ്, അതുകൂടെ കൂടി ചേർത്താണ് ഞാൻ ആരതി ഒഴിയുന്നതെന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത്, പിന്നെ അസൂയപ്പെടാൻ ഇവരെന്താ സെലിബ്രിറ്റികൾ, അവൻ ഇന്ന് തന്നെ ജോലിക്ക് പോയത് മഹാഭാഗ്യം എന്നൊക്കെ സച്ചി പറയാണ്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം സുധി അകത്തേക്ക് കയറി വരുന്നത് വല്ലാതെ ടയേർഡായിട്ടാണ്. വന്ന ഉടനെ തന്നെ സോഫയിലേക്ക് അലച്ചു കെട്ടി കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ശ്രീകാന്തും വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ തന്നെ സുധിയേട്ടനാകെ ടയേർഡായല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ശ്രീകാന്ത് എനിക്ക് ഗ്ലാസ് വെള്ളം എടുത്തരാമോ, എനിക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റില്ല എന്ന് സുധി മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ ശ്രീകാന്ത് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്ത് ജോലിയും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്മൾ പണിതാലും ക്ഷീണിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവിയും പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇത്രമാത്രം ക്ഷീണിക്കുക എന്താണ്, ഇന്നൊരു ദിവസം ജോലിക്ക് പോയൊരു ക്ഷീണമാണോ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിങ്ങളെപ്പോലെ വെറുതെ വണ്ടിയുടെ മുന്നിലിരുന്നു കൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് തിരിക്കുകയല്ല അവൻ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം, പലരോടായിട്ട് സംസാരിക്കണം, അപ്പോൾ അതിൻ്റേതായ എല്ലാ ക്ഷീണവും അവനുണ്ടാവുമെന്ന് ചന്ദ്രൻ മറുപടി പറയുമ്പോഴത്തേക്കും, അതെ ഇവനെ പോലെ വെറുതെ എ സിയും കൊണ്ടിരിക്കുകയല്ലാതെ എൻ്റെ അച്ഛൻ വെയിലും മഴയും കൊണ്ട് നല്ല അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്നൊക്കെ സച്ചിൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയുടെ ചോദ്യവും മറുപടിയും എല്ലാം തന്നെ രവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. രവി വേഗം പറയുന്നുണ്ട്, രേവതി മോൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തിരുന്നത്, എനിക്ക് സമയത്തിൻ്റെ വില നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറുന്നവർക്ക് ഞാൻ അതിൻ്റേതായ പ്രാധാന്യം നൽകിയിരുന്നത്, അവർക്കും കൃത്യസമയത്തിന് എല്ലായിടത്തും ചെന്നെത്തണ്ടേ, അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, മാത്രമല്ല അതുവരെ എനിക്കങ്ങനെ ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി വേഗം പറയുകയാണ്, സുധി ആകെ ടയേർഡാണെങ്കിൽ ഇന്ന് സുധിക്ക് ഒരുപാട് ജോലിയുണ്ട്, അതിൻ്റേതായ ക്ഷീണമാണെന്ന് പറഞ്ഞുകൊണ്ട് സുധീനൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ടയർഡായിട്ട് വന്നല്ലേ, പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് ഇരുവരെ റൂമിലേക്കായിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്നതിന് ശേഷം സുധി ഡ്രസ്സൊക്കെ മാറിയിട്ട് കട്ടിലേക്ക് വന്ന് കടന്നുറങ്ങുകയാണ് കേട്ടോ. എന്നാൽ സുധിയാണെങ്കിൽ ഫ്രഷൊക്കെ ആയിട്ട് തിരികെ വരുന്ന സമയത്തും സുധിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ആ ഒരു സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര വന്നിട്ട് സുധിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും തനിക്കിന്ന് ക്ഷീണമാണ്, തനിക്കിന്ന് ഭക്ഷണം ഒന്നും വേണ്ട, അല്ലെ പിന്നെ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് സുധി വീണ്ടും ഉറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ താഴത്തെ നിലയിലാവട്ടെ നമ്മുടെ സച്ചിയും രവിയുടെ എന്തൊക്കെയോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ എന്തോ സാധനങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം തന്നെയാണ് ശ്രുതി താഴത്തേക്ക് വരുന്നത്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഉറങ്ങാനുള്ളതാണ്, എത്രയും വേഗം നിന്ന് അവനോടൊന്ന് എഴുന്നേറ്റ് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി നല്ല ഉറക്കത്തിലാണ്, ഞാൻ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും, ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കട്ടെ, ആ ഒരു സമയമെങ്കിലും ഞങ്ങൾക്ക് താഴെന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി അവിടെ നിന്ന് പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സച്ചി രവിയോടായിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞില്ല എന്നാണെങ്കിൽ അവർ ആ റൂമിൽ തന്നെ കടന്നുറങ്ങും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അച്ഛനും മോനും കൂടെ ഭയങ്കര സ്നേഹ സംഭാഷണമാണ്. ഇതേ സമയം തന്നെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതി ആദ്യമൊക്കെ ശ്രുതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും
നമ്മുടെ ശ്രുതി ക്ഷീണം കാരണം ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി എന്ന് ചിന്തിക്കുകയാണ്, അല്ല ഞങ്ങൾ എന്തിനും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട റൂമല്ല, ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിയാവട്ടെ ഒരുപാട് നേരമായിട്ടും ശ്രുതി വാതിൽ തുറന്ന് വരാത്തോട് തന്നെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിനെ കാണുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, ഇവർക്ക് സമയത്തിൻ്റെ വില അറിയില്ല, സമയത്ത് കടന്നുറങ്ങിയാലല്ലേ കൃത്യസമയത്ത് തന്നെ നാളെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈയിടെ എഴുന്നേറ്റ് വാടാ പുറത്തേക്ക് വാടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുകയാണ്. ഡോർ തുറന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി വന്നിട്ട് പറയുന്നത്, എന്താ സച്ചി നിനക്ക് എന്താ വേണ്ടത്, ശ്രുതി ആകെ ടയർഡാണ്, ശ്രുതി നല്ല ഉറക്കത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഉറക്കം ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് രേവതി പിടിച്ചു നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ തന്നെ കിടക്കണമെന്ന് നീ ഒരു കാര്യം ചെയ്യും, നീയും ശ്രുതി റൂമിൽ കിടന്നു, ഞാൻ രേവതിയും താഴെ കിടന്നോളാമെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും നടക്കുകയില്ല, അവനോട് മര്യാദയ്ക്ക് പുറത്തിറങ്ങി വാ എന്ന് നമ്മുടെ സച്ചി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് രവിയും ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രവി ചോദിക്കുന്നത് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ചേട്ടന് ഞങ്ങളല്ലേ അവിടെ കിടക്കേണ്ടത്, ശ്രുതി ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല, അവൻ നല്ല ഉറക്കത്തിലാണെന്നാണ് പാർലറെടുത്ത് പറയുന്നതെന്ന് നമ്മുടെ സച്ചി പറയുന്ന സമയത്ത്, അവനാകെ ടയർഡായിട്ടല്ലേ വന്നത്, അവൻ കിടന്നുറങ്ങട്ടെ, നിനക്കെന്താ ഇന്നിപ്പോൾ ആ റൂമിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓ തമ്പുരാട്ടി പറഞ്ഞിട്ടായിരിക്കുമല്ലേ ഇപ്പോൾ ഇവൻ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, തമ്പുരാട്ടിക്ക് AC-യും ബെഡും ഒന്നും ഇല്ലാതെ ഉറക്കം വരികയില്ലായിരിക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചി ചന്ദ്ര രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.